എണ്ണയോ മൈദയോ ഉപയോഗിക്കാതെ അത് നല്ല ക്രിസ്പി പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുത്തോളൂ. ഇതിങ്ങനെ ആദ്യമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എനിക്ക് തോന്നിയ സത്യസന്ധമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പഴം നീളത്തിൽ തന്നെ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം റൈസ് പേപ്പർ. അത് ഞാനുണ്ടല്ലോ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ ഭാഗം ഒന്ന് സോക്ക് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. 2 സൈഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നേരെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കും. ഒരു 15 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന എഗ്ഗിൻ്റെ ആ ബാറ്റർ ഉണ്ടല്ലോ അത്. അതിനുശേഷം വീണ്ടും ആ ഒരു മുഴുവൻ സമയം കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി. അത് മൈദപ്പൊടി വേണ്ട, എണ്ണ വേണ്ട, മറ്റു പൊടികളൊന്നും തന്നെ വേണ്ട. വെറും 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. മുട്ടയുടെ ബാറ്റർ ഓപ്ഷണലാണ്. അതിന് പകരം വെള്ളത്തിൽ മുക്കിയെടുത്താലും മതിയാകും റൈസ് പേപ്പർ. ഇതുണ്ടല്ലോ പഴംപൊരി ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുക. അല്ല ഇത് തണുത്ത് പോയാൽ 10 പൈസക്ക് കൊള്ളില്ല കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട.